ഫ്രണ്ട്സ്, എച്ച് വ്ലോഗിലേക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് കരൾ റോസ്റ്റ് ചെയ്യുന്ന രീതിയാണ്. ബീഫിന്റെ കരളാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാദ്യം ഞാൻ കരള് ഒരു കുക്കറിൽ കരള് വേവിച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും 2-3 പച്ചമുളകും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത്. അതിനുശേഷം പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഒരു വലിയ സവാള എന്നിവ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട്, സാധാ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ശകലം കരൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, എന്നാലും ഞാൻ കുറച്ചും കൂടി ഉപ്പിൽ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഗരം മസാല, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ മീറ്റ് മസാല, 1 സ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് കുരുമുളക് പൊടി ഇത്തിരി കൂടിയിരിക്കുന്നതായിരിക്കും നല്ലത്. നല്ല കുത്തുകളുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബീഫിനും അങ്ങനെയാണല്ലോ, അതുകൊണ്ട് കരളിനും നമുക്ക് അതുപോലെ തന്നെ കൂടുതൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇപ്പം നന്നായിട്ട് ചേർത്തതിന് ശേഷം ഈ വെന്ത് വെച്ചിരിക്കുന്ന കരള് ഞാൻ ഇതിലോട്ട് എടുത്തിട്ട് കൊടുത്തു. എന്നിട്ട് അത് എല്ലാ വശത്തേക്കും ആ ഗ്രേവി എത്തുന്ന രീതിയിൽ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് അതിലുള്ള വെള്ളം മുഴുവന് ഇതാക്കിയെടുക്കണം. റോസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഫ്രൈ ആണെങ്കിൽ ഒരു തുള്ളി വെള്ളം കാണരുത്. ഫുള്ളും വരട്ടി ബീഫിലോട്ട് ആ ബീഫല്ല കരളിലേക്ക് ആ ഫുൾ ഗ്രേവി എത്തുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് റോസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ഗ്രേവിയൊക്കെ വേണം, അത് പിടിച്ചിരിക്കണം. അതുകൊണ്ട് ഞാൻ അധികം പറ്റിക്കുന്നില്ല. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇന്ന് അരിഞ്ഞെടുത്ത് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. കുട്ടികൾക്കും ഒക്കെ നല്ലതാണ് കറി വെച്ച് കൊടുക്കുന്നത്. എന്നാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.